ഹായ് ഹലോ, കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കാണിക്കാമെന്ന്. അപ്പോൾ അതേ രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പം മക്കളൊക്കെ കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞ് അവരെ വിളിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പിടാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പം തീയൊക്കെ കത്തിച്ചു. പിന്നെ രാവിലെ തുണിയലക്കലുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അത് ചായ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനായിട്ട് അത് കുക്കറിലേക്ക് ഇട്ടു. അപ്പോൾ അത് ഇന്നലെ ഉമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. നാട്ടു മാങ്ങയാണ്, ഉമ്മക്കാരോ കൊടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് 2-3 എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞ് വീഡിയോസിലൊക്കെ കണ്ടും കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇത് കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാൽ പിന്നെ അതുണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പം പിള്ളേർക്കും കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട്. അപ്പം ആ മാങ്ങ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് അവിടെ വേകുന്ന സമയം കൊണ്ട് അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ അപ്പവും കിഴങ്ങ് കറിയാണ്. അപ്പം ദേ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ കറിയായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതേ ആച്ചൂസ് എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് വന്നിട്ട് അപ്പം കഴിക്കുകയാണ്. അപ്പോൾ ആച്ചൂസിൻ്റെ പല്ല് ഫുള്ള് കേടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് നമുക്ക് പൾപ്പക്ടമി ചെയ്യാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പോകാനായിട്ട് ഇന്ന് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം മോളെ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് റെഡിയാവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് പുളിശ്ശേരിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതും ഇതൊക്കെ റെഡിയാക്കി അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഇളയ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് കുറുക്ക് റെഡിയാക്കുകയാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ പുളിശ്ശേരിയിലേക്ക് വേണ്ട തൈരുണ്ടല്ലോ, ഞാൻ ഇന്നലെ ഉറയിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈരാണ്. അപ്പോൾ നല്ല കട്ടി തൈര് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് ഉള്ള കുപ്പി, ഗ്ലാസിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ടി തൈര് കിട്ടുന്നതായിരിക്കും. ഇളം ചൂടുള്ള പാലിൽ ഒഴിച്ച് വെച്ച് ഞാൻ നോക്കിയാണ്. അതിൻ്റെ മുകളിൽ 2-3 കറിവേപ്പിലയും കിട്ടുമ്പോൾ നല്ല വാസനയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് തൈരിട്ട് കൊടുക്കുന്ന ചോറ് അവൾക്ക് ഇഷ്ടമാണ്, അവൾ കഴിക്കും. അപ്പോൾ അതേ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ഒന്ന് കടുക് വറുത്തിട്ടൊന്ന് താളിച്ച് എടുക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ കടുക് വറുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പുളിശ്ശേരിക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങയുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടാകും നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ വീഡിയോ എടുത്തത് ശരിയായിട്ടില്ല, അതാണ് ഇതിലിങ്ങനെ കാണുന്നത്. വീഡിയോ സ്ട്രൈറ്റ് പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ശരിയായിട്ടില്ല കേട്ടോ, എല്ലാവരും ക്ഷമിച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് തൈര് നമ്മളൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണം. 9:30-ക്കാണ് വണ്ടി വരാൻ പറഞ്ഞിട്ടുള്ള ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് കുറുക്ക് ഉണ്ടാക്കാനായിട്ട് കുറുക്ക് കൊടുക്കുന്നത് ഇതിലിപ്പോൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ബോട്ടിലാണ്. അപ്പോൾ മോൾ ഉറങ്ങുകയാണ്, എഴുന്നേറ്റിട്ടില്ല. ആ സമയം കൊണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഏത്തപ്പഴം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതിലേക്ക് അടിച്ചെടുത്തിട്ട് 1 സ്പൂൺ നെയ്യ് വീഴ്ത്തി കൊടുക്കുന്നുണ്ട്. അതേ മോൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അവൻ പള്ളിയിലേക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പം ഞാനും ആഹാരം കഴിക്കുകയാണ്. അപ്പം ആച്ചൂസിനെയൊക്കെ ആഹാരം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനും മോളും കഴിക്കുകയാണ്. അപ്പവും കിഴങ്ങറിയാണ്. അപ്പോൾ അതേ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഇളയ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ പാലൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം ഇത് ആച്ചൂസിനെ കുളിപ്പിച്ചു, ആച്ചൂസിനെ റെഡിയാക്കി ഒരുക്കി. അപ്പോൾ അതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ SR ഹോസ്പിറ്റലിലാണ് മോളെ കൊണ്ടുപോകുന്നത്, SR മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് റൂട്ട് കനാലൊക്കെ ചെയ്യണമെങ്കിൽ 3500 രൂപ കൊടുക്കണം. ഇവിടെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ 800 രൂപയുടെ അകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് എല്ലാവരും നോക്കും ഇവിടെ.
കുഞ്ഞുങ്ങളുടെ പല്ലൊക്കെ ഇതുപോലെ കേടുവന്നാൽ നമ്മൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് വളരെ അങ്ങ് ഡീപ്പായിട്ട് പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. അതുപോലെയാണ് ഇപ്പോൾ മോളുടെ പല്ലായത്. അപ്പോൾ എന്തായാലും അത് വെച്ചുകൊണ്ടിരിക്കാതെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളിവിടെ ഒ പി കാർഡ് എടുക്കാനായിട്ട് റിസപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാർഡൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒ പി കാർഡൊക്കെ എടുത്തതിന് ശേഷം അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് നടന്ന് പോവുകയാണ് ഞാൻ കുഞ്ഞുങ്ങളും കൂടി. അപ്പോൾ ദേ അവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ പുള്ളി ഡീറ്റെയിലൊക്കെ എഴുതി എടുത്തതിന് ശേഷം അപ്പം നമ്മളിവിടെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആജൂസിന് വിഷമമാണ്, എന്ത് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട്. ഒരു പ്രാവശ്യം ഇത് ഒട്ടിച്ച് വെച്ച പല്ലാണ്. അപ്പോൾ ആജൂസിന് പേടിയുണ്ട്. അപ്പോൾ മൂത്ത മോൾക്കും പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് എടുത്തിട്ട് അവളെ ഒന്ന് ആദ്യം കാണിച്ചിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ മോള് ചാടിത്തുള്ളിയൊക്കെ പോകുന്നുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ അറിയത്തില്ലെന്നല്ല, നല്ല ബഹളമായിരുന്നു. നന്നായിട്ട് കരഞ്ഞ് കൂവി കാറി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. മോളും മക്കളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് കുഞ്ഞുങ്ങൾ കളിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഉണ്ടായതൊന്നും ഈ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നെ, എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മോള് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഇങ്ങനെ മെയിൻ ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും കൂടിയൊക്കെ പിടിച്ച് നന്നായിട്ട് ബഹളം വെച്ചിട്ടാണ് അത് ചെയ്യാൻ സമ്മതിച്ചത്. അപ്പം നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മരുന്നൊക്കെ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ചോറ് കഴിക്കുകയാണ്. ഒരു വിധത്തിലൊക്കെ സമ്മതിപ്പിച്ച് പറഞ്ഞ് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ മക്കൾ ചോറ് കഴിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഞാൻ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പുളിശ്ശേരി ഓംലെറ്റും മീൻകറിയൊക്കെ കൂട്ടി അവർ ആഹാരം കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല.